എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരിട്ട് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 8 of Wands, Sun, Death card, Page of Cups, Queen of Wands and Judgment energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 8 of Wands and Queen of Wands എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയാം. ലൈഫ് പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കുറച്ചധികം നാളായിട്ട് ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനി ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എടുക്കുന്നതാണ്. അനാവശ്യമായിട്ട് അമിതമായിട്ടുള്ള, അതായത് ഓവർ തിങ്കിങ്ങോ ഡ്രാമയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചലഞ്ചസ് ഉണ്ടാവും മുമ്പിൽ തീർച്ചയായിട്ടും, പക്ഷെ അതിനർത്ഥം മുന്നോട്ടേക്ക് അതായത് ആക്ഷൻ എടുക്കാതെ ഇരുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചലഞ്ചസ് ഇല്ലാതാവുന്നില്ല. അല്ലെങ്കിൽ ആക്ഷൻ വൈകിപ്പിച്ചതുകൊണ്ട് ചലഞ്ചസ് ഇല്ലാതാവുന്നില്ല. മുമ്പിലുള്ള തടസ്സങ്ങളോ ചലഞ്ചസോ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ അതിനെ അതിജീവിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടി ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇനീഷ്യലായിട്ട് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം പറയുകയാണെങ്കിൽ, ഒരു മാസം തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ആശംസകളാണ് ആദ്യത്തെ ആഴ്ചയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവെ ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ നല്ലൊരു ആശംസയോട് കൂടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നത് അതിൻ്റെ അഭിനന്ദനം ഒക്കെ ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഇപ്പോൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും എൻട്രൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊമോഷൻ ടെസ്റ്റ് കാര്യങ്ങളായിരിക്കാം. ബാങ്കിൽ, റെയിൽവേസിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന, PSC എഴുതുന്നവർക്കൊക്കെ ഒരു വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആശംസകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ഓക്കെ ആയി, അല്ലെങ്കിൽ എന്ത് തരത്തിലാണെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ സൺ കാർഡ് ആൻഡ് പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ടൈം ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ, പുതിയതെന്തോ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. അതിനുള്ളൊരു കോൺഫിഡൻസും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതായത് ഇങ്ങനെ ഒരു അഡ്വഞ്ചറിലേക്ക് കടക്കുന്ന പോലെയാണ്, ഒരു യാത്ര, ഒരു സാഹസിക യാത്രയാണ്. സാഹസിക യാത്ര എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം തുടങ്ങുന്നു, അതിൻ്റെ മുമ്പിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നിങ്ങൾ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു യാത്രയുണ്ടല്ലോ, ആ രീതിയിലുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ് ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ. നിങ്ങൾ നിങ്ങളുടേതായിട്ട് എന്തോ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത് ചില ആളുകളെ സംബന്ധിച്ച് ബിസിനസ് കാര്യങ്ങളാവാം. അത് തുടങ്ങുന്നത് വളരെ ചെറിയ രീതിയിലായിരിക്കാം, പക്ഷെ അത് വലിയ ലെവലിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് നിങ്ങൾ തുടങ്ങുമ്പോൾ തീരെ വലിയ രീതി മുതൽ മുടക്ക് പോലും ഉണ്ടാവില്ല. ഇനി അഥവാ വലിയ ഒരു മുതൽ മുടക്കുള്ളതാണെങ്കിൽ തന്നെ ചെറിയ പ്രോഫിറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് വലിയൊരു രീതിയിലേക്ക് അത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരു സാധ്യതയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടുന്ന സാരം, നിങ്ങളുടെ ഒരു ഡ്രീം, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സാഹചര്യം, ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാം. പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പഠിത്തം, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓഫ് കോഴ്സ് അതിൽ വളരെയധികം സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റാണ്. നിങ്ങൾ 12ാം ക്ലാസ്സിൽ നിൽക്കുന്ന, ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരോ അങ്ങനെയൊക്കെ ഒരു 10 കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റാണ്. ഇനി വിദ്യാഭ്യാസപരമായിട്ട് ഇനി എങ്ങോട്ടേക്ക് പോകണം, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതാവാം.
അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസം എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ പറിച്ചു നടന്ന ഒരു സാഹചര്യം, അതായത് നിങ്ങളായിട്ട് തീരുമാനിച്ചൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. മറ്റൊരാൾ പറിച്ചു നടൽ എന്നുള്ള രീതിയിലല്ല, നിങ്ങൾ അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് പഠിക്കുക കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു എനർജിയാണ് കാണിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൻ്റെ സമയം കൂടിയാണിപ്പോൾ. അതും ജീവിതത്തിൽ സംബന്ധിച്ച് നിങ്ങളുടെ പുതിയൊരു ജീവിതമാണ് വിവാഹവും. അതിനുശേഷമുള്ള ജീവിതം ഇതിനു മുമ്പ് വരെയുള്ള സിംഗിൾ ലൈഫ് പോലെയല്ല, മാരേജിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കൂടുതൽ പുതിയൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, അതായത് നിങ്ങളോട് അത്രയും അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതേപോലെ സൺ കാർഡ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. പല കാര്യങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന സമയം നമുക്ക് പറയാം. ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ ഇത് ഒരു വ്യക്തി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ അവരുടെ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങൾ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ശ്രമമൊക്കെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് അതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് അവരുടെ കർമ്മഫലം ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയാം. ഇനി ലീഗലായിട്ട് നമ്മൾ കർമ്മ എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ ഇതായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ വേൾഡിൽ പറയുമ്പോൾ ലീഗൽ സിസ്റ്റമാണ് കർമ്മ ഫലം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ലീഗലി എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളവരെ സംബന്ധിച്ച് അതിന് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അതിൻ്റെ ഫേവറിൽ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും ഓർത്തെടുത്ത് ജീവിതത്തിൻ്റെ പഴയ കാലഘട്ടത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളിൽ മനസ്സിലാക്കി മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ വഴി തെറ്റി സഞ്ചരിക്കാതെ പോകാൻ നിങ്ങൾക്ക് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഈ ഒരു മാസം. കരിയർ പ്രൊഫഷനിലൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുള്ള സമയമാണ്. പിന്നെ ഒത്തിരി മറ്റുള്ളവർ നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം മനസ്സിലാക്കുന്നു, അതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് വന്നിട്ട് ഡെത്ത് കാർഡ് ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ പ്രായമായിട്ടുള്ളവർ, ഇപ്പോൾ പ്രത്യേകിച്ച് റിട്ടയർ ആയിരിക്കും, ജോലിക്ക് പുറത്ത് പോകാത്ത ആളുകളെ സംബന്ധിച്ച് പൊതുക്കെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഒരു ഡള്ളായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഒന്ന് ആക്റ്റീവ് ആകുക. കാരണം ഇപ്പോൾ വീട്ടിലിരുന്ന ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ഇതിൽ ഒറ്റയ്ക്കിരിക്കുന്നത് പ്രശ്നമല്ല. നിങ്ങൾ എന്തെങ്കിലും ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് ആളുകളോട് സംസാരിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ വീടുള്ളവരാണെങ്കിൽ വീടിൻ്റെ പുറത്ത് ചെടികളൊക്കെ നടന്നതോ എന്തെങ്കിലും പച്ചക്കറി കൃഷി, അതായത് ആ രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുക. കുറച്ചുകൂടി പ്രകൃതി, അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ ഇറങ്ങി നടക്കുക. ഇപ്പോൾ പുറത്ത് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ പുല്ലിൽ ഒന്ന് ബെയർ ഫൂട്ടായിട്ട്, അതായത് ചെരുപ്പിടാതെ നടക്കുക. നല്ല മണ്ണിലാണെങ്കിൽ നല്ല മണ്ണിൽ ചെരുപ്പിടാതെ നടക്കുക. ഇതൊക്കെ കുറച്ചുകൂടി പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുന്നത് ആണ്. അല്ലെങ്കിൽ ആ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫ് വളരെയധികം പോസിറ്റീവ് ആയിട്ട് കാണാൻ ലൈഫിനെ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക എന്നുള്ളതിലേക്ക് ഒത്തിരി പണി എടുക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ കൃഷിയൊന്നും ചെയ്യുന്നില്ല, ചെറിയ പൂവ് അല്ലെങ്കിൽ ചെറിയ പച്ചക്കറി, അതൊക്കെ ഒന്ന് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊന്ന് പുറത്ത് ഇറങ്ങി നടക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് ജോലിയാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അത് ചെയ്യാൻ ശ്രമിക്കാം. ഓവറായിട്ട് ഒരിടത്ത് ഒറ്റയ്ക്ക് അധികം സമയം വെറുതെ ചിലവഴിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആണ് ഈ ഒരു മാസം. പൊതുവെ മുന്നോട്ടേക്ക് ലൈഫിൽ ഒരു മുന്നേറ്റം കാണിക്കുന്ന ഒരു സമയമാണ്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്. ഇപ്പോൾ മുത്തശ്ശിയൊക്കെ ആയിട്ടുള്ളവർ കുട്ടികളായിട്ട് സമയം കൂടുതൽ ചിലവഴിക്കാൻ പറ്റുന്നു, അത് സന്തോഷം തരുന്ന കാര്യമാണ്. പാരൻസ് കുട്ടികൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഊഷ്മളമാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസത്തിൽ എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.